സർ, നമുക്കറിയാം ശശി തരൂരും കോൺഗ്രസും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് തരൂരിനോട് ചോദിച്ചാൽ തരൂര് പറയും പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസമില്ല, പക്ഷെ നേതാക്കളുമായി അഭിപ്രായ ഭിന്നതയുണ്ടെന്ന്. പക്ഷെ തരൂർ എടുക്കുന്ന ഓരോ തീരുമാനവും കോൺഗ്രസിന് തലവേദനയാകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടാണ് ശശി തരൂർ എന്നറിയപ്പെടുന്ന വിശ്വപൗരൻ ഇങ്ങനെ കോൺഗ്രസിന് തലവേദനയാകുന്നത്? ശശി തരൂർ ദേശസ്നേഹിയായ ദേശാഭിമാനിയായ ഒരു വിശ്വപൗരനാണ്. കോൺഗ്രസ് എന്ന ചെറിയ പാർട്ടിക്കും കോൺഗ്രസിന്റെ അതിനേക്കാൾ ചെറിയ നേതൃത്വത്തിനും വലിയ തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ അടിസ്ഥാന പ്രശ്നം ഉണ്ടാകുന്നത്? അതിനൊരു കാരണമുണ്ട്. നമുക്ക് അറിയാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യയശാസ്ത്രമുണ്ട്. BJP എന്ന പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. പ്രാദേശിക പാർട്ടികളെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ DMK ആണെങ്കിലും നമ്മുടെ കേരള കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചില ആദർശങ്ങളുണ്ട്. ആ ആദർശം തെറ്റോ ശരിയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആദർശമുണ്ട്. പക്ഷേ കോൺഗ്രസിന് എന്താണ് ആദർശം? കോൺഗ്രസിന് എന്താണ് പ്രത്യയശാസ്ത്രം? കോൺഗ്രസിന് എന്താണ് ബൗദ്ധികമായ അടിത്തറ എന്ന് ചോദിച്ചാൽ ഒരു കോൺഗ്രസ്സുകാരനും അത് വിശദീകരിക്കാൻ അറിയില്ല. കാരണം കോൺഗ്രസിന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സൈദ്ധാന്തികമായോ പ്രത്യയശാസ്ത്രപരമായോ ആശയപരമായോ യാതൊരു അടിത്തറയുമില്ലാതെ ഒരു കുടുംബത്തിനെ ചുറ്റിപ്പറ്റി മാത്രം നിൽക്കുന്ന ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ആണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് അവിടെ നെഹ്റു കുടുംബത്തിനെ അതിലംഘിക്കുന്ന ഒരു വ്യക്തിയും വരാൻ പാടില്ല. ഇപ്പൊ കോൺഗ്രസിന് നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നൊരു പ്രസിഡന്റ് വേണം എന്ന് പറഞ്ഞപ്പോ വളരെ കാലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു കിടന്നു എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും അവസാനം ആൾക്കാരുടെ ആക്ഷേപം സഹിക്കവയ്യാതായപ്പോ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം സംഘടിപ്പിച്ചു. ആ മത്സരത്തിൽ ശശി തരൂർ മത്സരിച്ചത് തന്നെ നെഹ്റു കുടുംബത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് കോൺഗ്രസിന്റെ പാരമ്പര്യമാണ്. നമ്മുടെ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയോ മത്സരിച്ച് ജയിക്കുകയോ ചെയ്താൽ അദ്ദേഹം ഉടനെ സത്യാഗ്രഹം കിടന്ന് അവരെ തോൽപ്പിക്കും. നമുക്കറിയാം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചു കഴിഞ്ഞപ്പോ ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം നേതാജിക്ക് രാജിവെക്കേണ്ടി വന്നു. അതുപോലെ തുടർന്ന് ഇങ്ങോട്ട് വന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അത് നെഹ്റുവിനെതിരായിട്ടാണെങ്കിലും ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടാണെങ്കിലും പാർട്ടിയിൽ ആരെങ്കിലും തലപൊക്കിയാൽ അവർക്കെതിരെ കലാപം ആരംഭിക്കുക, അവരെ തേജോവധം ചെയ്യുക, അവരെ ഇല്ലായ്മ ചെയ്യുക, ഇത് കോൺഗ്രസിന്റെ ഒരു അടുക്കള രാഷ്ട്രീയത്തിന്റെ അജണ്ടയാണ്. അതിനെയാണ് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുക. അതായത് ഒരു രാജകുടുംബത്തെ പോലെ നെഹ്റു കുടുംബം വാഴുകയും നെഹ്റു കുടുംബത്തിന്റെ അടുക്കളക്കാരായിട്ടുള്ളവർ മാത്രം കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നാൽ മതി എന്ന് ഉള്ള ഒരു അലിഖിതമായ നിയമം. ഒരിടത്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ല, പക്ഷെ എല്ലാവരും അത് പാലിക്കും. ഇപ്പൊ DK ബറുവ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് മുദ്രാവാക്യം കൊണ്ടുവന്നു, ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ. തുടർന്ന് ഇങ്ങോട്ട് വന്ന സീതാറാം യെച്ചൂരി ആണെങ്കിലും സീതാറാം യെച്ചൂരി അല്ല, സീതാറാം കേസരി ആണെങ്കിലും ഇന്നിപ്പോൾ ഇരിക്കുന്ന മല്ലികാർജുന ഖാർഗെ ആണെങ്കിലും അടുക്കളയിലെ അരിവെപ്പുകാരന്റെ അത്ര പോലും സ്വാതന്ത്ര്യമില്ലാത്ത, യോഗ്യതയില്ലാത്ത കോൺഗ്രസ് പ്രസിഡന്റുമാരാണ്. അവിടെയാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരിച്ച് തോറ്റതെന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു തോൽവി ആയിരുന്നില്ല. ഗംഭീരമായ പോരാട്ടത്തിന് ശേഷം പൊരുതി തോൽക്കുകയാണ് ചെയ്തത്. അന്ന് മുതൽ നെഹ്റു കുടുംബത്തിന് ശശി തരൂരിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അങ്ങനെ ഒരു അനഭിമതനായി മാറി. പിന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ അത് കോൺഗ്രസിന് തന്നെ നാണക്കേടാകും എന്നുള്ളത് കൊണ്ട് പുറത്താക്കുന്നില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടൊട്ട് ഇറക്കാനും വയ്യ. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയെ ശരിക്കും BJP ഗവൺമെന്റ് മുതലെടുത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം. സത്യത്തിൽ മുതലെടുത്തതൊന്നുമല്ല. വിദേശത്തേക്ക്, അതുപോലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളിലേക്ക്, റഷ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് അയക്കാൻ കൊള്ളുന്ന ഏറ്റവും നല്ല വ്യക്തിയെ പാർലമെന്റിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയിരുന്ന, ലോകം മുഴുവൻ പരിചയമുള്ള, ആഗോള പൊളിറ്റിക്സിനെ ഗംഭീരമായി കൈകാര്യം ചെയ്ത അനുഭവ പരിചയമുള്ള ആഗോള പൗരനായിട്ടുള്ള, വിശ്വപൗരനായിട്ടുള്ള ശശി തരൂരിനെ കോൺഗ്രസ് കൊടുത്തില്ല. പക്ഷേ BJP അങ്ങ് എടുത്തു, സർക്കാർ എടുത്തു.
മോദിജി ആ ചുമതല കൊടുത്തു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അപ്പൊ വിദേശത്ത് ചെന്ന് മോദിജിക്ക് വേണ്ടിയല്ല, ഇന്ത്യക്ക് വേണ്ടിയാണ് ശശി തരൂർ സംസാരിച്ചത്. അതാണ് ഏറ്റവും വലിയ അയോഗ്യത. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ പാടില്ല. അതൊക്കെ പ്രധാനമന്ത്രി നമ്മള് പ്രതിപക്ഷ നേതാവിനെ കണ്ടുപിടിക്കണം. വിദേശത്ത് ചെന്നാൽ ഇന്ത്യയെ കുറ്റം പറയുക, ഇന്ത്യയെ നാണം കെടുത്തുക, ഇന്ത്യയെ ചീത്ത പറയുക, ഇന്ത്യയുടെ മൈനസ് പറയുക, ഇന്ത്യയെ കുറിച്ച് നുണ പറയുക, എന്നിട്ട് സ്വയം കോമാളി വേഷം കെട്ടുക. ഇതൊക്കെ മാതൃകാപരമായിട്ട് ചെയ്തു കാണിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ ഉള്ളപ്പോൾ അതിനെ അതിലംഘിച്ചുകൊണ്ട് ദേശസ്നേഹത്തെക്കുറിച്ച് പറയുക, ഭാരതത്തെക്കുറിച്ച് അഭിമാനം ഉയർത്തിപ്പിടിക്കുക, ഭാരതം ചെയ്ത കാര്യങ്ങൾ ശരിയാണ് എന്ന് സമർത്ഥിക്കുക, ഭാരതത്തിന്റെ ശരി തെറ്റുകളെ ലോകത്തിന് മുമ്പിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുക, അതിൽ ഭാരതത്തിന്റെ ശക്തി വിളിച്ചോതുന്ന വിധത്തിൽ വിഷയാവതരണം നടത്തുക. ഇതൊക്കെ കോൺഗ്രസിന് എങ്ങനെ സഹിക്കാൻ പറ്റും? ഇതൊക്കെയല്ലേ നരേന്ദ്രമോദി ചെയ്യുന്നത്? ഇതൊക്കെയല്ലേ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചെയ്യുന്നത്? ഇതൊക്കെയല്ലേ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെയ്യുന്നത്? ഇതൊക്കെയല്ലേ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചെയ്യുന്നത്? അപ്പൊ പിന്നെ അവരുടെയൊക്കെ ഭാഷയിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാനാണോ ശശി തരൂർ പോവേണ്ടത്? ശശി തരൂർ വിദേശത്ത് ചെന്ന് പാകിസ്ഥാന് വേണ്ടിയായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ നിലപാട്. അതിന് ഏതായാലും ശശി തരൂർ വഴിപ്പെട്ടില്ല. അദ്ദേഹം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ ഒരു കാര്യം, രാഷ്ട്രം എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു. രാജ്യം ഏൽപ്പിക്കുന്ന ചുമതല ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ മാന്യമായി സ്വീകരിച്ചു. അന്തസ്സായിട്ട് ഞാനത് നടപ്പാക്കുകയും ചെയ്യും. ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. ഒളിച്ചും പാത്തും പോയതൊന്നുമല്ല. അത് അതേപോലെ തന്നെ അദ്ദേഹം പാലിച്ചു. ഇതാണ് ഇപ്പോൾ നെഹ്റു കുടുംബത്തിന് കണ്ണെടുത്താൽ കാണാത്ത ഒരു അവസ്ഥയിലേക്ക് ശശി തരൂരിനെ എത്തിച്ചത്. എന്നാൽ ശശി തരൂർ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം ഈ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ സോണിയ ഗാന്ധിക്കോ ഇല്ല. തെറ്റിപ്പോയി, ഇങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്, വിദേശത്ത് ചെന്ന് പാകിസ്ഥാന് വേണ്ടി അന്തസ്സായിട്ട് സംസാരിക്കണമെന്ന് പറയാനുള്ള ആണത്തവും നമ്മുടെ വി.ഡി. സതീശൻ മുതൽ കെ.സി. വേണുഗോപാൽ വരെയുള്ളവർക്കും ഇല്ല. ഇവിടെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് കോൺഗ്രസ്. സത്യത്തിൽ കോൺഗ്രസിന് വേണമെങ്കിൽ ബി.ജെ.പിയെ വെട്ടിലാക്കാമായിരുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ വെട്ടിലാക്കാമായിരുന്നു. അതായത് ശശി തരൂർ പറയുന്ന കാര്യത്തെ കോൺഗ്രസ് അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ പറയാമായിരുന്നത്, നരേന്ദ്രമോദിക്ക് സാധിക്കാത്തത് ശശി തരൂരിന് സാധിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നരേന്ദ്രമോദി ജമ്മുവായിരുന്നു. പക്ഷേ അതിന് തലയ്ക്കകത്ത് ആൾതാമസം വേണം. ആൾതാമസം ഇല്ലാത്തിടത്തോളം കാലം ഈ പപ്പു പിങ്കിമാർക്ക് ഇതൊക്കെ പറയാൻ പറ്റൂ. പിന്നെ പാവം സോണിയയുടെ കാര്യം ചിന്തിക്കാനേ ഇല്ല. അവർക്ക് ഭാരതം എന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതായത് രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്ന സമയത്ത് ആദ്യമായി സോണിയാഗാന്ധി പ്രതികരിച്ചത്, ഞാൻ എന്റെ മക്കളെയും കൂട്ടി ഇറ്റലിയിലേക്ക് പോവുകയാണ്, ഞങ്ങളുടെ ഇറ്റാലിയൻ പൗരത്വം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നാണ് അവർ പ്രതികരിച്ചത്. കോൺഗ്രസ് ഞെട്ടിപ്പോയി. പിന്നെ കോൺഗ്രസ്സുകാരെല്ലാം അങ്ങനെ പോയി കയ്യെ കാലെ വീണാണ് അവരെ ഇന്ത്യയെ പിടിച്ചു നിർത്തത്. ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ്. എന്ന് പറഞ്ഞാൽ രക്തത്തിൽ, പാരമ്പര്യത്തിൽ ഈ രാജ്യത്തോട് തരിമ്പും കൂറില്ലാത്ത പാകിസ്ഥാൻ പക്ഷപാതിയായ, വിദേശ രാജ്യങ്ങളുടെ താളത്തിനൊത്തു തുള്ളുന്ന, അല്ലെങ്കിൽ വൈദേശിക ശക്തികളുടെ, പാശ്ചാത്യ ശക്തികളുടെ ചരടുവലിക്കകത്ത് നിന്നുകൊണ്ട് പാവ കളിക്കുന്ന ഒരു നെഹ്റു കുടുംബം, ആ നെഹ്റു കുടുംബത്തിന്റെ തിരുവായ്ക്ക് എതിർവ പറയുന്ന ഒരു വ്യക്തിയായി ശശി തരൂർ ഇന്ന് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ശശി തരൂരിനെ ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. യെസ്, ജയസൂര്യൻ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ശശി തരൂരിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒരവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. ശശി തരൂർ പറയുന്ന ചില കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ശശി തരൂരിന്റെ നിലപാട്, ശശി തരൂരിന്റെ പ്രസ്താവന അത് രാജ്യത്തിന് അനുകൂലമാകുന്നു എന്ന് പറയുമ്പോൾ ശശി തരൂർ നടപ്പിലാക്കുന്നത് ബി.ജെ.പിയുടെ, കേന്ദ്ര സർക്കാരിന്റെ, നരേന്ദ്രമോദിയുടെ അജണ്ടയാണ് എന്ന് സംശയിച്ചാൽ അതിൽ കുറ്റം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ജയസൂര്യൻ സാർ പറഞ്ഞൊരു പോയിന്റ് ഇവിടെ അർത്ഥവത്താകുന്നത്. കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ ശശി തരൂരിനെ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറുക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ്. വലിയൊരു തലവേദന സൃഷ്ടിക്കുകയാണ് ശശി തരൂർ എന്ന് തന്നെ വേണം കരുതാൻ. കോൺഗ്രസിന് ഒരടിയും കൂടെ കൊടുക്കാം എന്നുള്ള രീതിയിലാണോ എന്നറിയില്ല. കേന്ദ്ര സർക്കാർ ഇതാ വീണ്ടും ശശി തരൂരിനെ വിദേശത്തേക്ക് അയക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. എല്ലാം കൊണ്ടും കോൺഗ്രസിന് തരൂരിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവസ്ഥ വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.